JB കോശി കമ്മീഷൻ റിപ്പോർട്ട് അത് ക്രൈസ്തവ ന്യൂനപക്ഷത്തിന് വേണ്ട കാര്യങ്ങളെക്കുറിച്ച് പഠിച്ച് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടുന്നില്ല. അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടത് സർക്കാർ ആവശ്യപ്പെട്ട ഒരു റിപ്പോർട്ടാണ്. അദ്ദേഹം ചുമ്മാതെ റിപ്പോർട്ട് ഉണ്ടാക്കിയതല്ല, സർക്കാർ ആവശ്യപ്പെട്ട് റിപ്പോർട്ട് ഉണ്ടാക്കിയതാണ്. അതനുസരിച്ചൊരു വളരെ കഠിനാധ്വാനം ചെയ്ത് അദ്ദേഹം റിപ്പോർട്ടുണ്ടാക്കി. ആ റിപ്പോർട്ടിൽ പറയുന്നത് എന്താണെന്ന് ആർക്കും അറിയാൻ പാടില്ല. ഇതുവരെ അത് പബ്ലിഷ് ചെയ്തിട്ടില്ല. പബ്ലിഷ് ചെയ്താൽ തന്നെ മാത്രമല്ല നമുക്ക് പ്രതികരിക്കാൻ ഒക്കുകയുള്ളൂ. പബ്ലിഷ് ചെയ്യുമ്പോൾ മാത്രമല്ല, ആ പബ്ലിഷ് ചെയ്യുന്നതായ സമയത്ത് മതന്യൂനപക്ഷങ്ങൾക്ക് അനർഹമായ എന്തെങ്കിലും കൊടുക്കണമെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നമുക്കറിയില്ല, അത് നമ്മൾ എതിർക്കുന്നില്ല. ഏതെങ്കിലും മതത്തിൻ്റെ വിദ്വേഷങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ളതായിരിക്കുന്ന റിപ്പോർട്ടുകളുണ്ടെങ്കിൽ അത് നമ്മൾ സ്വീകരിക്കുകയില്ല. അതേസമയത്ത് മതസൗഹാർദ്ദം നിലനിർത്തിക്കൊണ്ട് തന്നെ എല്ലാ മതങ്ങൾക്കും അവയ്ക്ക് അർഹതപ്പെട്ടതെല്ലാം കൊടുക്കണമെന്ന് പറയുമ്പോൾ അത് JB കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നുണ്ടെങ്കിൽ അത് നമ്മൾ സ്വീകരിക്കുക. എന്തുകൊണ്ട് സർക്കാർ അത് പുറത്തുവിടുന്നില്ല? നമുക്കറിയില്ല എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല. അതിനൊരു കാരണം ഇപ്പോൾ മതന്യൂനപക്ഷങ്ങളിൽ തമ്മിൽ ഒരു വേർതിരിവ് ഉണ്ടാകും എന്ന് സർക്കാരിനുള്ള ഭയം കൊണ്ടാണോ, അതോ മറ്റൊരു വിഭാഗത്തെ പ്രീണിപ്പിക്കുവാൻ വേണ്ടി സർക്കാർ ചെയ്യുന്നതാണോ? എന്തെങ്കിലും അതിലൊന്ന് വരുമല്ലോ എന്തായാലും. അത് സർക്കാരിൻ്റെ നിലപാട് എന്താണെന്ന് നമുക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ JB കമ്മീഷൻ റിപ്പോർട്ട് വായിച്ചിരിക്കുന്നത് സർക്കാരേ ഉള്ളൂ, നമ്മളാരും വായിച്ചിട്ടില്ല. അവരുടെ വീക്ഷണം എന്താണെന്ന് നമുക്കറിയാൻ പാടില്ല. പക്ഷേ നമുക്കത് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും നമുക്ക് പ്രതികരിക്കാൻ സാധിക്കും. ഇതൊന്നുമല്ലാതെ JB കമ്മീഷൻ റിപ്പോർട്ടൊന്നും പ്രസിദ്ധീകരിക്കാതെ ഇപ്പോൾ തേങ്ങ മുഴുവനായിട്ട് കൊണ്ടുവന്നിട്ട് അതിനകത്തേത് എങ്ങനെയാണ് പേടാണോ അല്ലതാണോ നമ്മളിങ്ങനെ അറിയുന്നേ? ഇത് വെളിയിരുന്നുകൊണ്ട് പറഞ്ഞാൽ നോക്കുമോ? അപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞു ദോഷമൊന്നും ഉണ്ടായിട്ടില്ല ക്രൈസ്തവ വിഭാഗത്തിനും ഓർത്തഡോക്സ് സഭയ്ക്കുമെന്ന് LDF സർക്കാരിൽ നിന്ന്. പക്ഷെ ഗുണമുണ്ടാകുന്നില്ല എന്നല്ലേ ആ സൂചന? ഇപ്പോൾ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പോലും പ്രസിദ്ധീകരിക്കാനോ നടപ്പാക്കാനോ ശ്രമിക്കുന്നില്ല സർ. അത് പ്രസിദ്ധീകരിച്ച് നടപ്പാക്കാനായിട്ട് വേണ്ടിയാണല്ലോ അവർ ആ റിപ്പോർട്ട് വരുത്തിയത്. അത് റിപ്പോർട്ട് വരുത്തിയാൽ അത് നടപ്പാക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. പിന്നെ അനേക കമ്മീഷനുകൾ വന്നിട്ട് ആ കമ്മീഷൻ്റെ ഒക്കെ റിപ്പോർട്ടുകൾ നടപ്പാക്കാതിരുന്നിട്ട് ഉള്ളത് ഈ ഗവൺമെൻറ് കാലത്തെല്ലാം മറ്റ് ഗവൺമെൻറ്റിൻ്റെ കാലത്തും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ നയപരമായ ചില തീരുമാനങ്ങൾ വരുന്നതാണ്. ഇപ്പോൾ സഭാവിശ്വാസികളും സഭയ്ക്ക് പ്രിയപ്പെട്ട ആളുകളും മന്ത്രിസഭയിലുണ്ട്. അപ്പോൾ അവരെ കൊണ്ട് പോലും സഭയ്ക്ക് നീതി കിട്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ ക്രൈസ്തവ വിഭാഗത്തിന് നീതി കിട്ടുന്ന രീതിയിൽ ഇത് ചെയ്തു കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു കാര്യം കൂടി അതിനകത്ത് വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ വീണ്ടും അയക്കേണ്ടതുണ്ടോ നിയമസഭയിലേക്ക്? നിശ്ചയമായിട്ടും അത് സഭകളുടെ ഒരു തീരുമാനം പൊതുവായിട്ടുണ്ടാകേണ്ടതല്ല. അവർ യുക്തരായി പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് വിലയിരുത്താൻ ജനാധിപത്യ അവബോധമുള്ളതായിരിക്കുന്ന ജനം ഇവിടെയുണ്ട്. ആ ജനം അതിന് യുക്തമായിരിക്കുന്ന മറുപടി നൽകും എന്നാണ് എൻ്റെ വിചാരം. ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ അവരെ തോൽപ്പിക്കാൻ ആഹ്വാനം ചെയ്തു എന്ന രീതിയിൽ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. ഞാൻ അങ്ങനെ പറയുന്നില്ല. ആരാണ് പ്രവർത്തിക്കുന്നത്, അവരുടെ മനസ്സാക്ഷി അനുസരിച്ച് പ്രവർത്തിച്ചോ ഇല്ലയോ എന്ന് നോക്കാൻ അറിയാൻ കഴിവുള്ളതായ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഒരു മനുഷ്യരാണ് ഇവിടെ ഉള്ളത്. അത് ക്രിസ്ത്യാനികളും അതെ, ഹിന്ദുക്കളും അതെ, മുസ്ലിങ്ങളും അതെ. അവർക്കത് യുക്തമായി വിലയിരുത്താനും അതനുസരിച്ച് പ്രതികരിക്കാനും അവർക്ക് കഴിയും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.